Welcome to the new session on Black Money Act 2015. Let us discuss about what is black money. Black money is earned through illegal activity and as such is not taxed. Black money are funds earned illegally on which income and other taxes have not been paid. The unaccounted money hoarded illegally and concealed from tax authorities is called black money. Recipients of black money must hide it, spend it only in the underground economy, or attempt to give it to the appearance of the legitimacy through illegal money laundering. The possible sources of black money are drug trafficking, weapons trading, terrorism, prostitution, selling counterfeit or stolen goods, and selling pirated versions of copyright items such as software and musical recordings. നിയമവിരുദ്ധമായ പ്രവർത്തനത്തിലൂടെയാണ് കള്ളപ്പണം അല്ലെങ്കിൽ ബ്ലാക്ക് മണി സമ്പാദിക്കുന്നത്. അതിനാൽ നികുതി ഈടാക്കില്ല. ബ്ലാക്ക് മണി എന്ന് പറയുന്നത് നിയമവിരുദ്ധമായി സമ്പാദിച്ച ഫണ്ട്, അതായത് നികുതി അടയ്ക്കാത്ത ഫണ്ടുകൾ, നിയമവിരുദ്ധമായി സൂക്ഷിക്കുന്നതും നികുതി അധികാരികളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതുമായ കണക്കാക്കപ്പെടാത്ത പണത്തെ ബ്ലാക്ക് മണി എന്ന് വിളിക്കുന്നു. കള്ളപ്പണം സ്വീകരിക്കുന്നവർ അത് മറയ്ക്കുകയോ അണ്ടർഗ്രൗണ്ട് എക്കണോമിയായി മാത്രം ചെലവഴിക്കുകയോ നിയമവിരുദ്ധമായ കള്ളപ്പണം വെളുപ്പിക്കൽ വഴി നിയമസാധുത കാണിക്കാൻ ശ്രമിക്കുകയോ ചെയ്യും. മയക്കുമരുന്ന് കടത്ത്, ആയുധ കച്ചവടം, തീവ്രവാദം, പ്രോസ്റ്റിറ്റ്യൂഷൻ, വ്യാജമോ മോഷ്ടിച്ച വസ്തുക്കൾ വിൽക്കുകയോ സോഫ്റ്റ്വെയർ, മ്യൂസിക്കൽ റെക്കോർഡിങ്ങുകൾ പോലെയുള്ള പകർപ്പവകാശമുള്ള ഇനങ്ങളുടെ പൈറേറ്റഡ് വേർഷൻസ് വിൽക്കുകയോ എന്നിവയാണ് കള്ളപ്പണത്തിൻ്റെ സാധ്യമായ ഉറവിടങ്ങൾ. Let us discuss Black Money and Imposition of Tax Act 2015. Black money, otherwise known as undisclosed foreign income and undisclosed foreign assets. There are 7 chapters and 88 sections in this act. It aims to curb black money or any undisclosed foreign assets and incomes and imposes tax and penalty on such income. It focuses on the persons who take the advantage of tax havens. Tax haven is a country or place with very low, that is, effective rates of taxation for foreign investors. The act received assent of the President on 26th May 2015 and it came into effect from 1st July 2015. Black money are funds earned illegally on which income and other taxes have not been paid. The unaccounted money hoarded illegally and concealed from the tax authorities is called the black money. So it is essential that one does not keep any unaccounted or undisclosed money, jewelry or any kind of wealth. ബ്ലാക്ക് മണി അറിയപ്പെടുന്നത് വെളിപ്പെടുത്താത്ത വിദേശ വരുമാനമെന്നും വെളിപ്പെടുത്താത്ത വിദേശ ആസ്തികൾ അല്ലെങ്കിൽ അസറ്റ് എന്നും അറിയപ്പെടുന്നു. ഈ നിയമത്തിൽ 7 അധ്യായങ്ങൾ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സും 88 സെക്ഷൻസും ഉണ്ട്. ഈ ആക്ടിൻ്റെ ഉദ്ദേശം കള്ളപ്പണമോ വെളിപ്പെടുത്താത്ത ഏതെങ്കിലും വിദേശ സ്വത്തുക്കളോ വരുമാനമോ തടയുകയെന്നും അത്തരം വരുമാനത്തിന് നികുതിയും പിഴയും ഈടാക്കുകയും ചെയ്യുന്നു. ടാക്സ് ഹാവൻസ് പ്രയോജനപ്പെടുത്തുന്ന വ്യക്തികളിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിദേശ നിക്ഷേപകർക്ക് വളരെ കുറഞ്ഞ ഫലപ്രദമായ നികുതി നിരക്കുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ സ്ഥലമാണ് ടാക്സ് ഹേവൻസ് എന്ന് പറയുന്നത്. ഈ നിയമം 2015 മെയ് 26 രാഷ്ട്രപതിയുടെ അനുമതി നേടി. അത് 2015 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ബ്ലാക്ക് മണി എന്ന് പറയുന്നത് നിയമവിരുദ്ധമായി സമ്പാദിച്ച ഫണ്ടാണ്. അതിന് നികുതികളോ ഒന്നും അടയ്ക്കാത്ത ഫണ്ടുകളെന്നും പറയാം.
നിയമവിരുദ്ധമായി സൂക്ഷിക്കുന്നതും നികുതി അധികാരിയിൽ നിന്നും മറച്ചു വയ്ക്കുന്നതുമായ കണക്കാക്കപ്പെടാത്ത പണത്തെ ബ്ലാക്ക് മണി എന്ന് വിളിക്കുന്നു. അതിനാൽ കണക്കാക്കപ്പെടാത്തതോ വെളിപ്പെടുത്താത്തതോ ആയ പണമോ ആഭരണങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സമ്പത്തോ സൂക്ഷിക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ചാപ്റ്റേഴ്സ്. There are 7 chapters and are arranged as follows. The first chapter consists of preliminaries. The second chapter contains basis of charge. The third chapter deals with tax management. Chapter 4 deals with penalties. Chapter 5 deals with offences and prosecutions. Chapter 6 is about tax compliance for undisclosed foreign income and assets. And finally, Chapter 7 is for general provision. Let us look into the main features of Black Money Act. First one, tax on all foreign income will have to be paid at a flat rate of 30% without any exemption, deduction, set off or carry forward losses. അതായത് എല്ലാ വിദേശ വരുമാനത്തിനും നികുതി 30% എന്ന ഫ്ലാറ്റ് നിരക്കിൽ യാതൊരു ഇളവും ഡിഡക്ഷൻസും എക്സംഷനും സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് ഇല്ലാതെ അടയ്ക്കേണ്ടതാണ്. ദ സെക്കൻഡ് വൺ, എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റ് ഓഫ് ജയിൽ ഫോർ 3 to 10 years for willful evasion of tax on foreign income along with the penalty equals to 3 times the amount of tax evaded or 90% of the undisclosed income or the value of the asset. അതായത് മനഃപൂർവ്വം വിദേശ വരുമാനത്തിന്മേലുള്ള നികുതി ഒഴിവാക്കിയതിന് 3 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷയും കൂടാതെ നികുതി ഒഴിവാക്കിയതിൻ്റെ 3 ഇരട്ടിയോ അല്ലെങ്കിൽ തുല്യമോ ആയ പിഴയോ അല്ലെങ്കിൽ വെളിപ്പെടുത്താത്ത വരുമാനത്തിൻ്റെ 90% അല്ലെങ്കിൽ ആസ്തിയുടെ മൂല്യമോ പെനാൽറ്റിയായിട്ട് അടയ്ക്കേണ്ടതാണ്. The third feature is that there is a limited compliance window offer. That is, offenders would have to pay tax at the rate of 30%, but concessional penalty would be equal to the tax amount. അതായത് കുറ്റവാളികൾക്ക് 30% നിരക്കിൽ നികുതി അടയ്ക്കേണ്ടി വരും. എന്നാൽ കൺസെഷണൽ പെനാൽറ്റി നികുതി തുകയ്ക്ക് തുല്യമായിരിക്കും. The fourth feature is that failure to file the returns of foreign income or assets will attract a penalty of rupees 10 lakh. അതായത് വിദേശ വരുമാനത്തിൻ്റെയോ ആസ്തിയുടെയോ റിട്ടേൺ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ 10 ലക്ഷം രൂപ വരെ പിഴയായി ഈടാക്കും. The fifth feature is about second and subsequent offense will be punishable with rigorous imprisonment of 3 to 10 years with a fine up to 1 crore. അതായത് രണ്ടാമത്തേതും തുടർന്നുള്ള കുറ്റത്തിനും 3 മുതൽ 10 വർഷം വരെ കഠിന തടവും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കും. Sixth feature, undisclosed holdings of less than 5 lakhs at any time during a year and reported out of oversight or ignorance will not entail penalty or prosecution. അതായത് ഒരു വർഷത്തിൽ ഏത് സമയത്തും 5 ലക്ഷം രൂപയിൽ താഴെയുള്ള വെളിപ്പെടുത്താത്ത ഹോൾഡിങ്സുകൾ, അതായത് കൈവശമുള്ള ഭൂമിയോ ഓഹരികൾക്കോ പിഴ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഉണ്ടാകുകയില്ല. The seventh feature, to enter into agreements with other countries for the exchange of information, recovery of tax and avoidance of double taxation. അതായത് വിവര കൈമാറ്റം, നികുതി വീണ്ടെടുക്കൽ, ഇരട്ട നികുതി ഒഴിവാക്കൽ എന്നിവയ്ക്കായി മറ്റ് രാജ്യങ്ങളുമായി കരാറുകളിൽ ഏർപ്പെടുക. Eighth feature, tax authorities will have the powers of discovery and inspection, issue of summonses, enforcement of attendance, production of evidence and impounding of account books and documents. അതായത് കണ്ടെത്തൽ, പരിശോധന, സമൻസ് അയക്കൽ, അറ്റൻഡൻസ് ഉറപ്പാക്കുക, തെളിവുകളുടെ ഹാജരാക്കൽ, അക്കൗണ്ട് ബുക്കുകളും രേഖകളും പിടിച്ചെടുക്കുവാൻ
ടാക്സ് അതോറിറ്റീസിന് അധികാരമുണ്ടായിരിക്കും. The Black Money Act 2015 highlights the act extends to the whole of India and provides that the tax at the rate of 30% on the gross of undisclosed foreign income and undisclosed foreign asset shall be charged on every assessee for every assessment year in respect of the total undisclosed foreign income and asset of the previous year, along with the penalty, if any, under Section 41. The penalty will be 100% to 300% of the tax amount evaded, that is 3 times the amount of tax evaded, or 90% of the undisclosed income or the value of the asset. അതായത് ഈ നിയമം മുഴുവൻ ഇന്ത്യയിലേക്കും വ്യാപിക്കുകയും വെളിപ്പെടുത്താത്ത വിദേശ വരുമാനത്തിൻ്റെയും വെളിപ്പെടുത്താത്ത വിദേശ ആസ്തികളുടെയും മൊത്തത്തിൽ 30% നികുതി ഓരോ അസസ്സിയുടെ കയ്യിൽ നിന്നും എല്ലാ അസസ്മെൻറ്റ് ഇയറിലും ഈടാക്കും. അതോടൊപ്പം അണ്ടർ സെക്ഷൻ 41 പ്രകാരമുള്ള പെനാൽറ്റി, അതായത് നികുതി ഒഴിവാക്കിയതിൻ്റെ 3 ഇരട്ടി അല്ലെങ്കിൽ വെളിപ്പെടുത്താത്ത വരുമാനത്തിൻ്റെ 90% അല്ലെങ്കിൽ അസറ്റിൻ്റെ മൂല്യത്തിന് തുല്യമായ പിഴ അടയ്ക്കേണ്ടതാണ്. Here in this act, assessee means under section 2 subsection 2 any person who is a resident other than not ordinary resident in India, and includes every person who is deemed to be an assessee in default under this act. Undisclosed asset section 2 subsection 11, it includes assets located outside India shall be charged to tax in the previous year in which the income comes to the notice of the assessing officer on the value as per the section 3(2) and as per the rule 3. Assets located outside India means the assets held by the assessee having financial interest in his name or as a beneficial owner, and no explanation or inaccurate, insufficient explanation about the source or investment. അൺഡിസ്ക്ലോസ്ഡ് അസറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ആസ്തികൾ ഉൾപ്പെടുന്നു. അതോടൊപ്പം പ്രീവിയസ് ഇയറിൽ നികുതി ചുമത്തപ്പെടുകയും അതിൽ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 റൂൾ 3 അനുസരിച്ച് ഒരു അസസിംഗ് ഓഫീസറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അസറ്റുകൾ, ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന അസറ്റുകൾ എന്നതിൻ്റെ അർത്ഥം സാമ്പത്തിക താൽപ്പര്യമുള്ള ഒരാളുടെ പേരിലോ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ഓണറായിട്ടോ, അതുപോലെ തന്നെ ഉറവിടത്തെക്കുറിച്ചോ നിക്ഷേപകത്തെക്കുറിച്ചോ വിശദീകരണമോ കൃത്യമല്ലാത്ത, അപര്യാപ്തമായതോ വിശദീകരണമോ ഇല്ലാത്ത ആയ അസറ്റുകൾ. The source of income located outside India means no return of income has been furnished under section 139 or not shown in the return of income furnished under 139. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള വരുമാനത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് സെക്ഷൻ 139 പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യാത്തതും അല്ലെങ്കിൽ സെക്ഷൻ 139 പ്രകാരം ഫർണിഷ് ചെയ്ത റിട്ടേണിൽ കാണിക്കാത്ത വരുമാനമാണ്. According to the Black Money Act 2015, previous year for a new business is the date of setup of business and till the date of closure of business, or the date of setup of business and till 31st of March next year, whichever is earlier. The previous year for the new source of income will be the date of new source and the date of closure of business, or the date of new source and 31st of March next year, whichever is earlier. For dissolution or liquidation, the previous year is calculated the first day of financial year till the day of dissolution or liquidation. And in any other cases, the previous year will be 1st April to 31st March, and which immediately precedes the assessment year. Section 5 deals with
Computation of total undisclosed foreign income and foreign assets. In computing the total undisclosed foreign income and asset of any previous year of an assessee shall be on the gross value, provided no deduction in any respect of expenditure or allowance shall be allowed, no set of any losses shall be allowed, the value of assets will be the value of undisclosed assets minus value of any proportionate disclosure if any. അതായത് ഒരു അസസ്സിയുടെ മുൻ വർഷത്തെ വെളിപ്പെടുത്താത്ത വിദേശ വരുമാനവും ആസ്തിയും കണക്കാക്കുമ്പോൾ ഗ്രോസ് വാല്യൂവിൽ, അതായത് മൊത്ത മൂല്യത്തിലായിരിക്കും. കൂടാതെ ഏതെങ്കിലും ചെലവ്, അലവൻസ് എന്നിവയിൽ ഒരു കിഴിവും അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ നഷ്ടം നികത്താൻ അനുവദിക്കുകയില്ല. അതുപോലെ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വെളിപ്പെടുത്താത്ത ആസ്തികളുടെ മൊത്തം മൂല്യത്തിൽ നിന്നും ആനുപാതികമായി വെളിപ്പെടുത്തിയ മൂല്യം കുറയ്ക്കണം. സെക്ഷൻ 6 ഡീൽസ് വിത്ത് ദ ടാക്സ് അതോറിറ്റീസ് ആൻഡ് ദെയർ പവേഴ്സ്. സെക്ഷൻ 7 ഡീൽസ് വിത്ത് ദ ചേഞ്ച് ഓഫ് ഇൻകംബൻറ്റ്. സെക്ഷൻ 6 പറയുന്നത് ടാക്സ് അതോറിറ്റീസും അവരുടെ അധികാരങ്ങളും. സെക്ഷൻ 7 നിലവിലെ മാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.